മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 638 പുരുഷ വോട്ടർമാരും 705 സ്ത്രീ വോട്ടർമാരും അടക്കം 1343 വോട്ടർമാരുള്ള 6ാം വാർഡായ മാപ്രാണം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്നും കുറുപ്പം റോഡ് വഴി കുന്നിക്കുരുത്താഴം മാടായിക്കോണം റോഡ് വഴി കോന്തിപുലം പുഞ്ചപ്പാടം വരെയും, കിഴക്ക് കോന്തിപുലം പുഞ്ചപ്പാടം മാടായിക്കോണം പുഞ്ചപ്പാടം വരെയും, തെക്ക് മാടായിക്കോണം പുഞ്ചപ്പാടം കോന്തിപുലം പാലം മുതൽ മാപ്രാണം നന്ദിക്കര റോഡ് വഴി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ മാപ്രാണം ജംഗ്ഷൻ വരെയും, പടിഞ്ഞാറ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ മാപ്രാണം ജംഗ്ഷൻ മുതൽ കുറുപ്പം റോഡ് വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി ആർച്ച അനീഷ്, UDF സ്ഥാനാർത്ഥിയായി ബൈജു കുറ്റിക്കാടൻ, LDF സ്ഥാനാർത്ഥിയായി രഘു PC എന്നിവരാണ് ജനവിധി തേടുന്നത്. 5 വർഷം നഗരസഭ ഭരണത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. നമുക്കും അറിയാം. നമ്മുടെ വാർഡിലേക്ക് ഓരോ ആവശ്യങ്ങളായി ഉന്നയിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാർഡിന് ജനപ്രതിനിധിയായിട്ട് നമ്മളങ്ങോട്ട് പോകണത്. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് ചെയ്യുന്ന അവഗണന അല്ലെങ്കിൽ എന്താ ഒരു ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും അവർ നീതി തന്നിട്ടില്ല. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ അറിയിക്കണം. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനങ്ങളും അത് കാണും, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വാർഡിൽ എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വെൽനസ് സെൻ്ററിൻ്റെ വിഷയം. അതായത് മാടായിക്കോണം ഹെൽത്ത് സെൻ്ററിൽ വെൽനസ് സെൻ്ററാക്കി ഉയർത്തുക എന്നുള്ളൊരു പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പൂർണ്ണമായിട്ടത് കേന്ദ്ര പദ്ധതി തന്നെയാണ്. അതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര ഫണ്ട് തന്നെയാണ്. അപ്പോൾ ആ പദ്ധതി നമ്മുടെ വാർഡിൽ മാടായിക്കോണം ഹെൽത്ത് സെൻ്റർ ഇത്ര നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ അവിടേക്ക് വേണമെന്ന് നിർബന്ധപൂർവ്വം വാശി പിടിച്ച് കൗൺസിലിൽ സംസാരിച്ച് നമ്മുടെ മാടായിക്കോണം ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുവരികയും കൗൺസിൽ അംഗീകാരം കിട്ടുകയും ചെയ്തു. അതിൻ്റെ തുടർ നടപടിയായിട്ട് എസ്റ്റിമേറ്റ് എടുത്തു, DPC അംഗീകാരം കിട്ടി. അങ്ങനെ അവിടെ തുടങ്ങും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടത് തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും കാര്യമായി വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇപ്പോൾ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ പറഞ്ഞതിൽ കൂടുതലവർ ഇങ്ങോട്ട് നമ്മൾ ഇട്ട് പറയുകയാണ്. ഇത്രയും സഹായം ചെയ്താണ് മോദി സർക്കാർ. അതായത് മോദി സർക്കാർ നമ്മൾ കേന്ദ്രത്തിന് നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ നികുതി തിരിച്ച് ജനങ്ങൾക്ക് തന്നെ പല വിധത്തിൽ വീടുകളായിട്ടും അല്ലെങ്കിൽ അമൃത പദ്ധതി, വെള്ളം, അങ്ങനെ ഒരുപാട് പദ്ധതി മുഖാന്തരം നമുക്ക് ജനങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ നികുതി അടയ്ക്കുന്ന പോലെയല്ല കേന്ദ്രത്തിന് നികുതി അടയ്ക്കുന്നത് വേറെ രൂപത്തിൽ ജനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഇപ്പോൾ മുനിസിപ്പാലിറ്റി, നഗരസഭയായാലും സ്റ്റേറ്റ് ആയാലും നികുതി കിട്ടിയാൽ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. ജനങ്ങളെ നികുതി പിരിച്ചു വാങ്ങിയിട്ട് അവരെന്താ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി മീൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ വാർഡ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ വികസന തുടർച്ച എന്നോണം ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് റോഡുകൾ ഇനിയും അത് കഴിഞ്ഞ തവണ നമുക്ക് പുതിയ റോഡിനുള്ള ഫണ്ട് ആകെ കിട്ടിയത് ഒരു 4 ലക്ഷം രൂപ മാത്രമാണ് പുതിയ റോഡിനുള്ള ഫണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമ്മുടെ വാർഡിൽ തന്നെ ഏറ്റവും മോശമായ ഒരു ചുണ്ടങ്ങപ്പാട റോഡുണ്ട്, മാടായിക്കോണം സ്കൂൾ വഴി ചുണ്ടങ്ങപ്പാട റോഡ്. ആ റോഡ് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ച കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. അതേപോലെ വേറെ വില്ലേജ് ഓഫീസിൻ്റെ അവിടുത്തെ കുറച്ച് റോഡുകളും കൂടി ചെയ്യാനുണ്ട്. ആ പുതിയ പുതിയ റോഡുകൾ ആസ്തിയിൽ കയറ്റിയിട്ട് അത് വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഓരോ വീട്ടിലും ഇപ്പോൾ അമൃത പദ്ധതി കുറച്ച് വീടുകളിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീടുകൾ കൂടി ഇപ്പോൾ എൻ്റെ വാർഡിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല വെള്ളത്തിന്, എന്നാലും കുറച്ച് വീടുകളും കൂടി അത് എത്തിക്കാനുണ്ട്. അത് ചെയ്യണം. പിന്നെ കേന്ദ്ര പദ്ധതികൾ എല്ലാ വീടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ എത്തിച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വികസനം ഒട്ടുമെത്താത്ത ഒരു വാർഡായിട്ടാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. ഉറപ്പായും ഞാൻ കഴിഞ്ഞ 5 വർഷം ഏകദേശം 1.5 കോടി രൂപയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഇവിടെയും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥകൾ മറ്റുള്ള കാര്യങ്ങളെല്ലതും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഈ 5 വർഷം കൊണ്ട് ഞാൻ കൗൺസിലറായി വരാൻ ചെയ്യും. നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെക്കാൻ ഏറ്റവും പരമാവധി പരിശ്രമിക്കും. തീർച്ചയായും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ഷൻ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യം അവർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു കൗൺസിലറും അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയും അതിന് പരിഹാരം ചെയ്യുന്ന ഒരാളെയാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകളിൽ ഒരു വാർഡിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഈ വാർഡിലെ ജനങ്ങൾക്കുള്ളത്. അവരുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കും. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം അടിസ്ഥാന വികസന മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശുചിത്വം, മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ തന്നെ ലൈറ്റ്, അങ്ങനെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ നഗരത്തിൽ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വാർഡിൽ നിന്ന് ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ ബാക്കിലുള്ള പാടത്തിൻ്റെ ആ റോഡ് അതിൻ്റെ ടാറിങ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒരുപാട് ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ്. അവിടെ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടി, ചെറിയ വിശ്രമ സ്ഥലം കൂടി ഒരുക്കുന്നതിനുള്ള സൗകര്യം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്താണ് മറ്റേ എന്താ പറയുക പറപ്പൂക്കരയ്ക്ക് പോണ വഴിയിലുള്ള കോന്തിപുലം പാലം. അതിൽ മുഴുവൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആ പാലത്തിന്മേൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന നടപടിയെടുക്കും. അതുപോലെ തന്നെ ഈ വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥകളുണ്ട്. പല സ്ഥലത്തും റോഡുകൾ പഴയ ഒരു കാലഘട്ടത്തിൽ കിടക്കുന്നത്, മണ്ണ് റോഡുകൾ കിടക്കുന്നത്, അതൊക്കെ പരിഹരിച്ച് നമുക്ക് സുഗമമായി സഞ്ചരിക്കുന്ന റോഡുകളാക്കി മാറ്റുന്നതിന് പരിശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ കഴിഞ്ഞ 25 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാം എന്നിരുന്നാലും അതൊന്നും നമ്മുടെ ഇരിങ്ങാലക്കുട പട്ടണത്തെ സംബന്ധിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ട് പ്രദേശത്തുള്ള പല റോഡുകളും സഞ്ചാരയോഗ്യമല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് നിരന്തരം കണ്ടിരിക്കുന്ന കാര്യമാണ്. റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അടക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം 4 സെൻറ്റും 5 സെൻറ്റിൽ ഒതുങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ക്രിമിറ്റോറിയം വേണമെന്ന് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് UDFും ഭരണസമിതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഇരിങ്ങാലക്കുട വർഷങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അമ്പേ പരാജയമാണ്. നിങ്ങൾക്കറിയാം, 3.5 കോടി രൂപയോളം ചെലവഴിച്ച് മഹാനായ ചാത്തൻ മാസ്റ്റർ പേടി നിർമ്മിച്ച മാപ്രാണത്തുള്ള നമ്മുടെ ഹാള് നമ്മളെന്താണ് പറഞ്ഞത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇതുവരെ നടന്നിട്ടില്ല. ഒരു അടിസ്ഥാന സൗകര്യങ്ങളും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ 3.5 കോടി രൂപ ചെലവഴിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനകത്ത് വെള്ളം വേണം, ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളമാണ്. ആ വെള്ളം പോലും, കുടിവെള്ളം പോലും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുടിവെള്ളം പോലും ഉണ്ടാക്കി ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, അവിടെ മഴ പെയ്താൽ, വർഷക്കാലത്ത് മഴ പെയ്താൽ ആ വെള്ളം നേരെ ഇങ്ങോട്ട് ഒലിക്കുകയാണ്. ഇത് പറഞ്ഞു ഏകദേശം 5-6 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു ജനറേറ്റർ സ്ഥാപിച്ചത്. ആ ജനറേറ്റർ സ്ഥാപിച്ച് വെയിലും മഴയും കൊണ്ടും നശിച്ചു പോയി. വീണ്ടും നമ്മളൊരു സമരരംഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. ആ സമരരംഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോഴാണ് അതിന് മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് ഇപ്പോൾ മറച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ആദ്യം സഞ്ചരിക്കണം, പൊതുവഴിയിലൂടെ സഞ്ചരിക്കണം. ആ പൊതുവഴി സഞ്ചരിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ്, നമുക്ക് അറിയാം, ഇപ്പോൾ ഞാൻ പല പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോഴും ഇപ്പോഴും വളരെ മോശപ്പെട്ട വീടുകൾ, വളരെ ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം, കോന്തിപുലം പ്രദേശത്ത് നമുക്ക് വലിയ, ഇപ്പോൾ അറിയാം, നമ്മുടെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് തൊട്ടപ്പുറത്ത് വലിയ തോതിലുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പല സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രദേശത്തും അത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സർക്കാർ ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും
ആ പൈസ വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് ഒന്ന് കയറി കിടക്കാനുള്ള ഒരിടം എന്ന നിലയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്. 649 പുരുഷ വോട്ടർമാരും 723 സ്ത്രീ വോട്ടർമാരും അടക്കം 1372 വോട്ടർമാരുള്ള 7ാം വാർഡായ മാടായിക്കോണം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് ആനന്ദപുരം നെല്ലായി റോഡ് മുതൽ കോന്തിപുലം പാടം വരെയും കിഴക്ക് മാടായിക്കോണം പുഞ്ചപ്പാടം മുതൽ കുഴിക്കാട്ടുകോണം സ്കൂൾ വരെയും തെക്ക് കുഴിക്കാട്ടുകോണം സ്കൂൾ മുതൽ കള്ളുഷോപ്പ് വഴി കുഴിക്കാട്ടുകോണം റോഡ് വഴി കരുവന്നൂർ സഹകരണ ബാങ്ക് ബ്രാഞ്ച് വഴി വരെയും പടിഞ്ഞാറ് കരുവന്നൂർ സഹകരണ ബാങ്ക് ബ്രാഞ്ച് മുതൽ കുഴിക്കാട്ടുകോണം നമ്പ്യാങ്കാവ് വഴി നന്ദിക്കര മാപ്രാണം റോഡിൽ മാടായിക്കോണം സ്കൂൾ ജംഗ്ഷൻ വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി വിനീത പള്ളിപ്പുറത്ത്, LDF സ്ഥാനാർത്ഥിയായി RL ശ്രീലാൽ, NDA സ്ഥാനാർത്ഥിയായി TK ഷാജു എന്നിവരാണ് ജനവിധി തേടുന്നത്. 2 പേര് പുറത്തുനിന്ന് നിൽക്കുന്നവരാണ്, പുറത്ത് വാർഡിൽ നിന്ന് വന്ന് നിൽക്കുന്നവരാണ്. ഞാൻ ഈ വാർഡിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം ജനിക്കുന്ന ഒരു വിശ്വാസം, അങ്ങനെ ശബരിമല കേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ വിജയിക്കുന്നതാണ് പ്രതീക്ഷ. ഇത്ര നാളും LDF ആയിരുന്നു, ഇതിപ്പോൾ അതിൽ നിന്ന് മാറി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. കഴിഞ്ഞ 25 വർഷം ഇരിങ്ങാലക്കുട നഗരസഭ UDF ആയിരുന്നു. ആ UDFൻ്റെ 25 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് തീർത്തും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ കഴിഞ്ഞ കാലത്തൊരു സമരങ്ങളും ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷം തന്നെ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നഗരത്തിലെ റോഡുകൾ ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. നഗരത്തിൻ്റെ വികസനത്തിന് മാതൃകയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. നഗരത്തിൻ്റെ ബസ് സ്റ്റാൻഡ്, ടൗൺ ഹാള്, അതിൻ്റെ അറവുശാല, പിന്നെ അതുപോലെ തന്നെ ട്രഞ്ചിങ് ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ, അതെല്ലാം തീർത്തും ജനങ്ങൾക്കൊരു ഉപകാരപ്രദമാവുന്ന രീതിയിലല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു വികസനം ഏതെങ്കിലും തരത്തിലൊരു നല്ലൊരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നതായിട്ടോ അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമം, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നതായിട്ടോ ഒന്നും എടുത്തു പറയാവുന്ന ഒന്നും UDFൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഉണ്ടായിട്ടില്ല. ഉറപ്പായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇതിനകത്ത് പ്രതിഫലിക്കും. അതിലേറ്റവും പ്രധാനമാണ് ലൈഫ് മിഷൻ. ഇരിങ്ങാലക്കുട നഗരസഭ ലൈഫ് മിഷനിൽ എന്ത് ചെയ്തു എന്നുള്ളത് അതും ഒരു ചോദ്യചിഹ്നമാണ്. മറ്റ് സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നല്ല നിലയിൽ ലൈഫ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്, വീടില്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ ഉൾപ്പെടെ. പക്ഷെ അത് ഇരിങ്ങാലക്കുട നഗരസഭയിൽ വളരെ പുറകിലാണത്. ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബഹളം വെച്ചതിൻ്റെയും അതിൻ്റെ പിന്നിൽ നിന്നതിൻ്റെയും ഭാഗമായിട്ട് വന്ന വീടുകളെ ഈ നഗരത്തിലുള്ളൂ. ഈ ഇടതുപക്ഷത്തിൻ്റെ പാനലിൽ യുവജനങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അനുഭവസമ്പത്ത്, അനുഭവക്കരുത്തൊക്കെ ഇതിൻ്റെ പ്രധാനമാണ്. പക്ഷെ ഒരു പുതിയ തലമുറയെ ജനങ്ങളുടെ മുന്നിൽ ജനസേവനത്തിന് വേണ്ടി അവതരിപ്പിക്കുക എന്നുള്ള ഏറ്റവും മികച്ച കാലത്തിനനുസൃതമായ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പാനലിൽ ഏതാണ്ട് പകുതിയോളം യുവജനങ്ങളാണ്. അപ്പം അത് നാളത്തെ ഇരിങ്ങാലക്കുടയുടെ വികസനത്തിനൊരു വലിയ കുതിപ്പ് തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ജനങ്ങളുടെ ഇടയിൽ അത് നല്ല ചർച്ചയുണ്ട്. വാർഡിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ നിറഞ്ഞ പാടങ്ങളും തോടുകളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. വെള്ളം പമ്പ് ചെയ്ത് കരകൃഷി ഉൾപ്പെടെയുള്ള സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി നമുക്ക് കിണറിലേക്ക്, ജലാശയങ്ങളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ശാസ്ത്രീയമായൊരു സംവിധാനം. ഞാനത് വിശദീകരിക്കാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ അത്തരത്തിലൊരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുടിവെള്ള പ്രശ്നത്തിനുൾപ്പെടെ ഒരു ശാശ്വത പരിഹാരം, ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ നമ്മുടെ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പാനാറ്റ് കടവ്, അതുപോലെ തന്നെ കോന്തിപുലം പാടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നമുക്ക് മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റുകൾ ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. കുറ്റപത്രത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവർ നടത്താതെ വികസന മുരടിപ്പിൻ്റെ ഭാഗമായി വെച്ച ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ പറഞ്ഞതെല്ലാം വരുന്ന കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉന്നയിക്കുന്നത് വികസിത ഇരിങ്ങാലക്കുട എന്ന NDAയുടെ ആ സങ്കല്പം സാക്ഷാത്കരിക്കുന്നുണ്ട്. നമുക്കറിയാം UDF ആയാലും LDF ആയാലും മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ പഴയ പൊർത്തുശ്ശേരി പഞ്ചായത്തിനോട് വളരെ അവഗണനയാണ്.
നമുക്ക് ഈ വാർഡിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം 15 വർഷം ഇവിടെ LDF ഭരിച്ച ഒരു വാർഡാണ്. ഇതുവരെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, നല്ല രീതിയിലുള്ള ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഈ വാർഡിനകത്തില്ല. അതുപോലെ തന്നെ ആനാട്ടുകടവ് ടൂറിസം, ആ ആനാട്ടുകടവൊക്കെ എത്ര ഭംഗിയായിട്ട് വയോജനങ്ങൾക്കൊക്കെ ഇരിക്കാനും വൈകുന്നേരം വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയും. ആ ആനാട്ടുകടവിൽ പോലും ഒരു ഇരിക്കാനുള്ള സംവിധാനമോ ലൈറ്റോ കുളിക്കടവോ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇതോ ഒന്നും തന്നെ ഇല്ല. അതിനുപരി ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ കൊത്തശ്ശേരി പഞ്ചായത്ത് പ്രദേശത്ത് ഒരു പ്രത്യേകതയുണ്ട്. അത് കരുന്നൂർ ബാങ്ക് തന്നെയാണ്. കരുന്നൂർ ബാങ്കിൽ നിരവധി ആളുകളുടെ നിക്ഷേപങ്ങൾ എടുക്കണം. നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ സങ്കട കണ്ണീരാണ് കാണുന്നത്. അതിനൊരു മോചനമില്ല. ഇവർ പറയുന്നത് 5000 കൊടുക്കുന്നുണ്ട്, 2000 എന്തോ കടം മേടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കടം വാങ്ങാൻ പോകുന്നതോ കടം തിരിച്ചു കൊടുക്കാൻ പോകുന്നുള്ള രീതിയിലാണ് സഖാക്കന്മാർ പറയുന്നത്. നമ്മളിവിടെ ആലോചിക്കണം എത്ര ആളുകളുടെ പേരിലാണെന്നറിയും ഇവിടെ ബിനാമി ലോണുകൾ. ഇവിടെയുള്ള പാർട്ടി സഖാക്കന്മാർ ഇവരൊക്കെ കമ്മീഷൻ പറ്റിയിട്ടാണ് ഈ ബിനാമി ലോണുകൾ. ഇതൊക്കെ തന്നെ തിരിച്ചടച്ച ഈ പാവപ്പെട്ടവരുടെ നിക്ഷേപം കൊടുക്കാൻ കഴിയും. ഇപ്പോഴും ചില തൊഴിലാളി സഖാക്കന്മാരൊക്കെ ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. അതിനുപരി തന്നെ ഈ വർഷം നമുക്കറിയാം സ്വാമി അയ്യപ്പൻ്റെ ഒരു വിഷയം നമുക്ക് തന്നെ അറിയാം, ശബരിമല കോവിലിൻ്റെ വിഷയം. ശബരിമലയിൽ കാണിച്ചു കൂട്ടിയ തോന്നിയാസം ഇനി ആരോടും പറയണ്ട, അത്രമാത്രം നവമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും കണ്ടറിഞ്ഞതാണ്. പത്മകുമാറായാലും വാസു ആയാലും ഇന്നലെ കണ്ടില്ല, കോടതി പരിഗണിച്ചപ്പോൾ ജാമ്യം തന്നെ വീണ്ടും കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ വലിയൊരു കൊള്ളസംഘമാണ് ഇവിടെ ഇതിന്. ആ കൊള്ളസംഘത്തിനെതിരെ പോരാട്ടമാണ് ഇവിടെ നയിച്ചുകൊണ്ട്. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഭരണമായിരുന്നു. കാരണം UDF ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. LDFൻ്റെ പിന്തുണയോടുകൂടിയാണ് ഭരണം നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇതൊക്കെ LDFൻ്റെ കൗൺസിലർമാർ ആരംഭകനെ കിട്ടിയ UDFൻ്റെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല കിട്ടിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര ധാരണയാണ്. ഇതിൻ്റെ ഈ ഭരണ പരാജയത്തിന് എല്ലാവരും ഉത്തരവാദിയാണ്. ഇപ്പോൾ നമുക്കറിയാം ബൈപ്പാസ് റോഡായാലും അതേപോലെ തന്നെ ഒരു ശ്മശാനം പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഏത് കാര്യങ്ങളും എടുത്ത് നോക്കിക്കോ, കുടിവെള്ളത്തിനായാലും ഇത് ഇവിടെ പരിഹാരം കണ്ടെത്തിയത് PMAY പദ്ധതി പ്രകാരം, ആവാസ് യോജന പദ്ധതി പ്രകാരം 797 വീട് കൊടുത്തതും അതുപോലെ തന്നെ അമൃത് പദ്ധതി പ്രകാരം 13 കോടി ചെലവഴിച്ച മാർക്കറ്റിൽ കുടിവെള്ള ടാങ്കും, ഇതൊക്കെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP പറയുന്നത് വികസിത ഇരിഞ്ഞാലക്കുട എന്ന സങ്കല്പത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യത്തിൻ്റെ സഖ്യത്തിൻ്റെ സാരഥികളെ വിജയിപ്പിച്ചാൽ അത് സാക്ഷാത്കരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഇവിടെ വളരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത്. 15 വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലർ, അവർക്ക് MLA ഉണ്ട്, ഇതുണ്ട്, എന്നിട്ട് പോലും ഒരു കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ആനാട്ടുകടവ് ടൂറിസം. അതുപോലെ തന്നെ ഇവിടെ ഈ മടയകോണ സ്കൂളിൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ പാടശേഖരമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. ഇവിടെ നെൽകർഷകരുടെ വലിയൊരു കേന്ദ്രമാണ്. അവർക്ക് വേണ്ട നെല്ലറ കേന്ദ്രങ്ങൾ, വിത്തുകൾ സൂക്ഷിക്കുന്നതിന് സബ്സിഡികൾ, അതുപോലെ മെഷീൻസ്, ക്ലാസ്സുകൾ. ശരിക്കും പറഞ്ഞത് ഒരു ദ്വീപ് പോലെയാണ് ഇത്. ഈ പ്രദേശത്തിന് ചുറ്റും നെൽപ്പാടങ്ങളാണ് മുഴുവനുള്ളത്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കാൻ തന്നെയാണ് പ്രയോറിറ്റി. നെൽകർഷകരെയും മറ്റു കർഷകരെയും സഹായിക്കുന്നതിന് വേണ്ടി വാടക കർഷകരും ഉണ്ട്, അവരെയും സഹായിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. 740 പുരുഷ വോട്ടർമാരും 809 സ്ത്രീ വോട്ടർമാരും അടക്കം 1549 വോട്ടർമാരുള്ള 40-ാം വാർഡായ കല്ലട വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കാറളം പഞ്ചായത്ത് അതിർത്തി കല്ലട പാടം തളിയക്കോണം സെന്റർ വഴി സ്റ്റേഡിയം റോഡ് വരെയും, കിഴക്ക് സ്റ്റേഡിയം റോഡ് മുതൽ ശ്രീകൃഷ്ണപുരം റോഡ് വഴി തളിയകോണം കിണർ വഴി SNDP റോഡ് വഴി ചിന്നൻ മാസ്റ്റർ റോഡ് വഴി കല്ലട കൊരുമ്പുശ്ശേരി പാടം റോഡ് വരെയും, തെക്ക് കല്ലട കൊരുമ്പുശ്ശേരി പാടം റോഡിൽ ചിന്നൻ മാസ്റ്റർ റോഡ് മുതൽ കല്ലട റോഡ് വഴി കല്ലട ഭഗവതി ക്ഷേത്രം വഴി കല്ലട പാടം വഴി ചെമ്മണ്ട റോഡ് വരെയും, പടിഞ്ഞാറ് ചെമ്മണ്ട റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ചെമ്മണ്ട ബൈലൈൻ റോഡ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ചെമ്മണ്ട 2ാമത്തെ ബൈലൈൻ റോഡ് വഴി ചെമ്മണ്ട റോഡിൽ വന്നു ചേർന്ന് കാറളം പഞ്ചായത്ത് അതിർത്തി വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി രമിള സതീശൻ, UDF സ്ഥാനാർത്ഥിയായി വഹീദ ഇസ്മയിൽ, LDF സ്ഥാനാർത്ഥിയായി ശശികല പ്രഫുലചന്ദ്രൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. വാർഡിലെ വികസനം അപ്പോൾ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീടുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 100% വിജയം ഉറപ്പാക്കുന്നുണ്ട്. നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നമുക്ക് ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ വാർഡിൽ നിന്ന് നമുക്ക് ഒരു സീറ്റ് പിടിച്ച് അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം UDF നമുക്ക് ഭരണത്തിൽ വന്നാൽ തന്നെ നമുക്ക് ഈ വാർഡുകളിൽ നിന്നും അവർക്ക് ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. വികസനങ്ങളോ ഒന്നും നമുക്ക് വരുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു മാറ്റം വരുത്തണം. അത് നമ്മളുടെ LDF സ്ഥാനാർത്ഥികൾ
ജയിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭരണം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നന്നായി എല്ലാ വികസനങ്ങളും അതുപോലെ ജനങ്ങൾക്കുള്ള അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. കാർഷിക മേഖലയ്ക്ക് നമ്മൾ UDF ഭരണകാലത്ത് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കൊടുക്കാമെന്നുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ കലാകായിക പ്രേമികൾക്ക് അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാർഡിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ്. ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാർഡിൻ്റെ വികസനത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും റോഡുകളൊന്നും കറക്റ്റല്ല. പുറത്തുശ്ശേരി ആ കട്ടകളിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ വീട്ടിലും എല്ലാ ഭാഗത്തും ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയാണ് അവർക്കത് കൊണ്ടുവരാൻ പോലും കയറ്റിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പല റോഡുകളും കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാബുജി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റേതായ ഒരു അവസ്ഥയിലാണ് അത് കിടക്കുന്നത്. കായിക പ്രേമികൾ ഏറ്റവും കൂടുതൽ തലയേക്കോണം സ്റ്റേഡിയത്തിൽ കളിച്ച് ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടെ കുറേ മണ്ണ് കൊണ്ടുവന്ന് അടിച്ചിട്ടു എന്നല്ലാണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനവും നടന്നതായിട്ട് കാണുന്നില്ല. അത് ആ ഒരു ബാക്ക് വശം അതിങ്ങനെ ഒഴുകി അതിങ്ങനെ ബണ്ണുകൾ ഇങ്ങനെ ഇറങ്ങണത് കൊണ്ട് ആ ലൈനിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും നീ കണ്ടില്ലേ നോക്കിയേ കടക്കാൻ പോലും അവർ പറയണത് നടക്കല്ലേ ഇങ്ങോട്ട് കടക്കല്ലേ വഴിക്ക് വീഴുന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ആ ബാബുജി സ്റ്റേഡിയം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ UDFൻ്റെ പ്രകടന പത്രികയിൽ നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാബുജി സ്റ്റേഡിയം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ UDF നമ്മൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും പരിഹരിക്കുമെന്ന് നമ്മൾ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളൊരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 40-ാം വാർഡ്. ഇപ്പം നമ്മൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ 40-ാം വാർഡിന് വേണ്ടി നമ്മളൊരു പ്രകടന പത്രിക ഇറക്കാനും അതിൽ ഏറ്റവും കൂടുതൽ ഈ എല്ലാ റോഡുകളും ഒരു റോഡ് എന്നൊന്നുമല്ല, ഈ കാണുന്ന ഈ റോഡുകളല്ലാതെ ഒരു റോഡുകളും തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തീർച്ചയായും നമ്മളത് ചെയ്യാനും നമ്മൾ ചെയ്തിരിക്കും. അത് നമ്മളിവിടുത്തെ ഓരോ ജനങ്ങൾക്കും തന്നെ കൊടുക്കുന്ന ഒരു വാക്കാണ്. 5 വർഷത്തെ നഗരസഭയുടെ ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളെല്ലാം തുല്യമായിട്ട് തന്നെയാണ് ഒരു സീറ്റിൻ്റെ ബലത്തിലാണ് നമ്മളവിടെ നിന്ന് ഭരിച്ചിരുന്നത്. അപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അജണ്ട കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു തൊഴിലാളിയെ നമ്മൾ എടുക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തന്നെ നമുക്ക് മുൻതൂക്കം കുറവുള്ളത് കൊണ്ട് നമുക്ക് അതിൽ ആ സമയങ്ങളിൽ മറ്റ് 2 ഘടകകക്ഷികളും ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ പ്രതിപക്ഷം രണ്ടും ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ അവർ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഈ ഒരു 5 വർഷം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെയാണ് ഈ റോഡുകളായാലും എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മൾ എന്തൊരു അജണ്ട വെച്ചാലും അവരത് നമ്മളെ സമ്മതിക്കില്ലായിരുന്നു ആ അജണ്ട പാസ്സാക്കാൻ. തീർച്ചയായിട്ടും ഈ ബാബുജി സ്റ്റേഡിയമൊക്കെ കിടക്കണ ഒരു കോലം കണ്ടില്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അതിനൊരു പ്രിഫറൻസ് കൊടുത്തിരിക്കും. നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ അത് ചെയ്തിരിക്കും. അതുപോലെ എല്ലാ റോഡുകളും ആ പുറത്തുശ്ശേരിയുടെ ആ റോഡുകൾ അങ്ങോട്ട് ഇറങ്ങണത് ഒരു കുത്തനെയുള്ള റോഡുകളാണ്. അതിലൊന്നും തന്നെ ഒരു സ്ഥലത്തും ഒരു മണ്ണും ഒരു കോൺക്രീറ്റും ഒന്നും ഇല്ലാണ്ട് കുത്തനെ ഇറങ്ങിപ്പോകുന്ന എല്ലാ റോഡുകളുടെയും അവസ്ഥകളാണ്. ആ ഒരു കട്ട നമ്മളുടെ ഒരു കലാസമിതിയുടെ ആ ഒരു കട്ടയിൽ ഒറ്റ റോഡും ഒരു കോൺക്രീറ്റ് ചെയ്തതായിട്ടുള്ള റോഡുകളോ ഒരു സാധാരണ റോഡുകളോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും 40-ാം വാർഡിൽ നമ്മളൊരു പ്രത്യേകമായിട്ട് തന്നെ നമ്മളൊരു പ്രകടന പത്രിക ഉണ്ടാക്കും. അതിൽ കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് സാധാരണക്കാരുടെ സേവനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമുക്ക് മരുന്ന് കിട്ടിയില്ല, അത് കിട്ടിയില്ല, അങ്ങനത്തെ കുറേ പരാതികളും പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളത് വൃത്തിയായിട്ട് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ വികസിത ഇരിഞ്ഞാലക്കുടയാണ് ഇപ്പോൾ നമ്മുടെ BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി BJP കൂടുതൽ വാർഡുകൾ പിടിച്ച് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ കുറേ നാളുകളായി ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ UDFും LDFും അങ്ങനെ ഒരുമിച്ച് നിന്ന് ഭരണം പങ്കുവയ്ക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതിൽ മുഖ്യ പ്രതിപക്ഷം BJP തന്നെയായിട്ടാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നടത്താത്ത കുറച്ച് പ്രവർത്തനങ്ങൾ, റോഡുകൾ, അങ്ങനെ കുറേ ഇതുകളൊക്കെ ഉണ്ട്. അതെല്ലാം വികസിതമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. UDF കുറേ കാലങ്ങളായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിലും ഇരിഞ്ഞാലക്കുടയിൽ പറയത്തക്ക വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗത്തും ടൗൺ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് കൂടുതൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് കുടിവെള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഷാജുട്ടനായിരുന്നു കൗൺസിലർ. അപ്പോൾ അവൻ കുറേ 93 ലക്ഷത്തോളം
പൈസയുടെ വികസിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വികസനം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് കല്ലടത്താഴത്തുള്ള ഭാഗത്ത് ടൈല് വിരിച്ച് അതിന് പിന്നെ ഒരു ജിമ്മിൻ്റെ ഇത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് 1-2 റോഡുകളൊക്കെ പാസ്സായി കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനാക്കും. അങ്ങനെ പിന്നെ ഈ വീടുകളില്ലാത്ത കുറച്ച് വീട്ടുകാരാണ് ഇവിടെ കൂടുതൽ, സ്ഥലവും വീടും ഇല്ലാത്തവർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. 551 പുരുഷ വോട്ടർമാരും 605 സ്ത്രീ വോട്ടർമാരും അടക്കം 1156 വോട്ടർമാരുള്ള 10ാം വാർഡായ കാട്ടുങ്ങച്ചിറ വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചാത്തൻ മാസ്റ്റർ ഹാളിന് എതിർവശത്തുള്ള പുറമ്പോക്ക് റോഡ് വഴി 37ാം നമ്പർ അംഗൻവാടി വഴി പുഞ്ചപ്പാടം അതിർത്തി വഴി പെരുന്തോട് കൈ വഴി വിളക്കുപാടം ബണ്ട് വരെയും കിഴക്ക് വിളക്കുപാടം ബണ്ട് റോഡ് മുതൽ പെരുന്തോട് വഴി കക്കാട്ട് അമ്പലം റോഡ് വരെയും തെക്ക് പെരുന്തോട് മുതൽ കക്കാട്ട് ടെമ്പിൾ റോഡ് വഴി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് വരെയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ കക്കാട്ട് ടെമ്പിൾ റോഡ് മുതൽ ചാത്തൻ മാസ്റ്റർ ഹാളിന് മുൻവശത്തുള്ള പുറമ്പോക്ക് റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി ജോഫി ബോസ്, LDF സ്ഥാനാർത്ഥിയായി നീതു അജിത്, NDA സ്ഥാനാർത്ഥിയായി രമ്യ കൃഷ്ണകുമാർ എന്നിവരാണ് ജനവിധി തേടുന്നത്. പ്രധാന വിഷയങ്ങൾ നമ്മുടെ വികസനത്തിൻ്റെ ബാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ശാഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള വികസനങ്ങൾ, അതിലൊന്നാമത്തെ കാര്യം കൈപ്പുളിത്തറയിലെ കുടിവെള്ള പ്രശ്നം, പിന്നെ കോക്കാനിക്കാട് പ്രദേശത്തെ ഒരു റോഡ്. കാരണം ഒരുപാട് പേര് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു ഇട റോഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും സൗകര്യമായിരിക്കും. ഭൂരിപക്ഷം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഭൂരിപക്ഷത്തിൻ്റെ ഇത് കുറവുണ്ടായിരുന്നു. പിന്നെ ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് BJPയും LDFും ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളായാലും മറ്റ് ഇട റോഡുകളായാലും പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു പോരായ്മ. എന്നാലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള മേഖലകൾ ചെയ്തിട്ടുണ്ട്. ചാത്തൻ മാഷുടെ ആ ഒരു ഹാള് പുനരുദ്ധരിച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷീ ലോഡ്ജ് വികസിപ്പിച്ച് പണികൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റോഡ് വഴിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് തന്നെ കൈപ്പുളിത്തറയിലെ കുടിവെള്ള പ്രശ്നം, പിന്നെ കോക്കാനിക്കാട്ടിലെ ഇത്രയും പേർക്കൊരു സഹായമായിട്ടൊരു ബൈപ്പാസ് റോഡ്, കക്കാട്ടമ്പലത്തിൻ്റെ ഭാഗത്തുള്ള സൈഡ് കോൺക്രീറ്റ് കെട്ടിയിട്ട് വീതി കൂട്ടി എടുക്കാനായിട്ട് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് റോഡ് വീതി കൂട്ടാൻ ആ ഒരു പദ്ധതി കൂടി ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ ഈ ജനസമ്പർക്കത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. റോഡിൻ്റെ ശോചനീയാവസ്ഥ ഞാനൊരു സ്ഥാനാർത്ഥി അല്ലാതെ തന്നെ ഒരു പൊതുജനമായിട്ട് ഇത് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ രാവിലെ ഡെയിലി എൻ്റെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അതിനൊരു പ്രതിവിധി കാണാത്ത ആളുകൾ അടുത്ത 5 വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധി കാണുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവർ പറയുന്നുണ്ട്. അതിൽ എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ അവർ പറയുന്നത് കരുവന്നൂർ, നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ മിക്ക ആളുകളും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരാണ്. അവർ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതുപോലെ പെൻഷൻ പദ്ധതി പ്ലാൻ പ്രകാരമൊക്കെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പല നിക്ഷേപകരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി തീർച്ചയായിട്ടും നമുക്ക് കാണാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ UTI ബാങ്ക് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലെ പല നിക്ഷേപകരെയും ഞാൻ നേരിൽ കാണുകയും അവരെന്നോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ്, അതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അടുത്ത ഒരു 5 വർഷം നിങ്ങൾക്ക് തരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല വികസനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയല്ല, ഞങ്ങളുടെ വികസന പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ചില കേന്ദ്ര ഭരണത്തിനുള്ള ചില പദ്ധതികൾ എല്ലാ വീടുകളിലേക്കും എത്തുന്നില്ല എന്നൊരു പരാതി അവർ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ പദ്ധതികൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അതിന് ഞാൻ എന്തായാലും അതിനുള്ള എല്ലാ സേവനങ്ങളും അവർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു വികസനം, അതാണ് എൻ്റെ ലക്ഷ്യം. അതായത് വാർഡിൻ്റെ വികസനം, അതിലൂടെ ഇരിഞ്ഞാലക്കുടയുടെ വികസനം, വികസിത ഇരിഞ്ഞാലക്കുട എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒന്ന് റോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡ് പല ഭാഗങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം. അപ്പോൾ അതിന് തീർത്തും അതിനൊരു പ്രതിവിധി എളുപ്പത്തിൽ തന്നെ കാണും. പിന്നെ നമ്മളുടെ ഇപ്പോൾ റോഡിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്, കാനയില്ലാത്തതുകൊണ്ട് നടക്കാനൊരു സ്ഥലമില്ല ആളുകൾക്ക്, പുല്ലുമൊക്കെ ഇട്ട്. അപ്പോൾ പല വീട്ടുകാരും അതിനെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് എന്നോട് പറഞ്ഞു.
അപ്പം അതിനുള്ളൊരു പ്രതിവിധിയും എത്രയും പെട്ടെന്ന് തന്നെ കാണും. പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വാസയോഗ്യമായ യാത്രാ സൗകര്യം ചെയ്യുന്ന റോഡുകൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴികളിൽ ഈ കാട് പിടിച്ച് കിടക്കുന്നത് ക്ലീൻ ചെയ്യുക. പിന്നെ ലൈറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. പൊതുവായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ലൊരു സൗകര്യപ്രദമായ റോഡ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അംഗൻവാടി പ്രദേശങ്ങളിലേക്കുള്ള ആ കുളം അത് നന്നായിട്ട് മലിനമുക്തമാക്കി കൈവരി സൃഷ്ടിച്ച് ആളുകൾക്ക് അപകടങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ കൈവരി സൃഷ്ടിക്ക് നല്ല രീതിയിൽ പരിപാലിക്കാനാണ് എൻ്റെ തീരുമാനം. കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നമ്മൾ ദിവസം യാത്ര ചെയ്യുന്ന റോഡ്, അതായത് ഡാണ ബൈപ്പാസ്, അത്തരം വഴികളിലൊക്കെ ഇപ്പോഴും ദുർഘടമാണ്. കാരണം ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ജീവൻ രക്ഷപ്പെട്ട് തിരിച്ച് അവിടെ എത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണെന്ന്. കാരണം കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പോലും എൻ്റെ മകളുമായിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഓരോ കുഴികളും ആളുകളെ മരണത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള കുഴികളാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും എത്രയോ ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വികസനം എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നണില്ല കണ്ടിട്ട്. ഇത്രയും 5 വർഷക്കാലം കൊണ്ട് ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഒരു വികസനം ഉണ്ടായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കുടുംബശ്രീകൾ, പിന്നെ ആരോഗ്യരംഗത്ത്, കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ, സാമൂഹിക ക്ഷേമ പെൻഷൻ എന്നീ ഒട്ടനവധി മേഖലകളിലാണെങ്കിലും നല്ല ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും, അതായത് കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ തലത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രാൻഡ് അനുവദിക്കുക, അതുപോലെ ഉച്ചഭക്ഷണം, അതുപോലെ അവരുടെ ആനുകൂല്യങ്ങൾ, പഠന നിലവാരം ഉയർത്തുക, തിരികെ സ്കൂളിലേക്ക് എന്നുള്ള നമ്മൾ കണ്ടിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ തിരിച്ച് സ്കൂളിലേക്ക്, ഹൈടെക് സ്കൂളിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ മുന്നോടിയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ കാട്ടുകഞ്ചിറ സെൻറ്ററിൽ, അതായത് കാട്ടുകഞ്ചിറ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഒരു വലിയ കനാലുണ്ട്. അത് വന്ന് എത്തിച്ചേരുന്നത് നമ്മുടെ പാടത്താണ്. അതായത് എൻ്റെ വീടോട് ചേർന്ന് ആണ് ഈ കനാൽ പോകുന്നത്. അവിടെ മഴക്കാലം വരുമ്പോൾ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് മലിനജലവും അല്ലാതെ ഗാർഹികമായിട്ടുള്ള വേസ്റ്റുകൾ, അല്ലാതെ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റുകൾ, പുല്ല്, മണ്ണ്, മരം, അങ്ങനെ എല്ലാം വന്ന് തങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൂടെ പോയി അവിടെ സ്റ്റക്കായി വീണ്ടും വെള്ളം വീടുകളിലേക്കും, അതായത് സ്ഥലത്തിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴജന്തുക്കളും പാമ്പും എല്ലാം ഒഴുകി വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു അവസരം കിട്ടി, ഞാനൊരു ജനപ്രതിയായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കനാലിനെ അത്യാവശ്യം ജലം ഒഴുക്കി വിട്ട് പാടത്തേക്ക് സുഗമമായി പോയി വീടുകളിൽ വെള്ളം കയറാതെ നല്ല രീതിയിൽ ജലം ഒഴുക്കി വിടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും എന്നാണ്.